ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി സുന്നി ചലരമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ സുന്നി ചലരമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ ആദർശത്തിനാദം ശ്രവണ കുടങ്ങളിൽ ആവേശം അറിവിൻ നിലകൾ പകരും ജാലകം കാണാൻ വാവേഗം KMIC നേരിൻ നാദമിതാ ആദർശത്തിൻ നൂതന ശബ്ദമിതാ KMIC നേരിൻ നാദമിതാ ആദർശത്തിൻ നൂതന ശബ്ദമിതാ പോരുക പോരുക സോദരരെ ഈ ജാലകമിൽ ചേരൂ നേരിൻ നാദം കേട്ടിടുവാൻ ഈ ജ്വാല ഇതിൽ ചേരൂ വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ വാ നാം ചേർന്നിടാം ഈ സ്നേഹ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തമിഴ്നാട് ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച് 45-ലധികം മരണം, നിരവധി പേർക്ക് പൊള്ളലേറ്റു. മദ്രസകളിൽ ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ദേശീയ സമിതി രൂപവൽക്കരിച്ചു. എമർജിംഗ് കേരള വെബ്സൈറ്റിലെ പദ്ധതികൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി. എമർജിംഗ് കേരളയുടെ മുന്നോടിയായി കൊച്ചി നഗരസഭയിൽ റോഡുകൾക്ക് അറ്റകുറ്റപ്പണി. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ വാഷിംഗ്ടൺ പോസ്റ്റിൽ ലേഖനം. കൊച്ചി മെട്രോ റെയിൽ പദ്ധതി ഉദ്യോഗസ്ഥർക്കെതിരെ E. ശ്രീധരൻ. വാർത്തകൾ വിശദമായി. സംഘടനാ വാർത്തകൾ. കുരുവട്ടൂർ ഹിക്മത്ത് സുന്നിയ സ്ഥാപനത്തിന്റെ സൗദിയിലെ രണ്ടാമത് മേഖലാ കമ്മിറ്റിക്ക് റിയാദിൽ രൂപീകൃതമായി. റിയാദിനെ കൂടാതെ ജിദ്ദയിലാണ് ഹിക്മ സുന്നി സെന്ററിന്റെ ഗൾഫ് ചാപ്റ്റർ ആദ്യ കമ്മിറ്റി നിലവിൽ വന്നത്. ഹനീഫ സാദി ഈർപ്പോണ പ്രസിഡന്റും അഷ്റഫ് അണ്ടോണ ജനറൽ സെക്രട്ടറിയും മുഹമ്മദ് മലോറം ട്രഷററായും കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ഹാഫിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുരുവട്ടൂർ ഹിക്മത്ത് സുന്നയുടെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഭാരവാഹികൾ KMIC ന്യൂസ് ടൈമിനോട് പറഞ്ഞു. കരുവമ്പുയിൽ അൽമുനവ്വറ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് 1-ാം വാർഷികം ഈ മാസം 7, 8, 9, 10 തീയതികളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടി 7-ന് സയ്യിദ് യൂസുഫുൽ ബുഖാരി ജിലാനി വൈലത്തൂർ ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം അബൂബക്കർ സഖാഫി വെണ്ണക്കോട് പ്രഭാഷണം നടത്തും. ശനിയാഴ്ച ഹാഫിൽ മസ്ഊദ് സഖാഫി, ഞായറാഴ്ച ഉമർ സഖാഫി ചെതലയം എന്നിവർ പ്രഭാഷണം നടത്തും. മുനവ്വറ ക്യാമ്പസിൽ മർഹൂം KV അബ്ദുറഹ്മാൻ കുട്ടി ഹാജി നഗറിലാണ് പരിപാടി നടക്കുന്നത്. 10-ന് വൈകിട്ട് 6:30 നടക്കുന്ന സമാപന പൊതുസമ്മേളനത്തിൽ സയ്യിദ് കുഞ്ഞിസീദി കോയത്തങ്ങൾ കൊയിലാട്ട്, AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, UK അബ്ദുൽ മജീദ് മുസ്ലിയാർ, അലവി സഖാഫി കായലം, ഹാഫിൽ ഉസ്താദ് തുടങ്ങിയവർ സംബന്ധിക്കും. SYS അണ്ടോൺ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അണ്ടോൺ അൻസാറുൽ മുസ്ലിമിൻ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പാഠപുസ്തകം വിതരണം ചെയ്തു. SMA ജില്ലാ സെക്രട്ടറി VN ഉസ്മാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ഇസ്ലാമിക് വിദ്യാഭ്യാസ ബോർഡ് ഡൽഹിയുടെ സിലബസ് അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ ഉറുദു മദ്രസ മൗലവികൾക്കും മാനേജ്മെന്റുകൾക്കും വേണ്ടി നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സെമിനാർ ഈ മാസം 9-ന് 2 മണി മുതൽ 6 മണി വരെ ശിവാജി നഗർ ക്യൂൻസ് റോഡിലെ ദാറുസലാം ഓഡിറ്റോറിയത്തിൽ വെച്ച് കർണാടക സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഡയറക്ടർ ഷാഫി സൈദി നന്ദാവര ഉദ്ഘാടനം ചെയ്യും. IEBI സിലബസ് പരിചയപ്പെടുത്തൽ, ക്രമീകൃത മദ്രസ സമ്പ്രദായം, കുട്ടികളുടെ മനഃശാസ്ത്രം, ആധുനിക പഠനരീതി തുടങ്ങിയ സെഷനുകൾക്ക് മുഹമ്മദ് ഉവൈസ് മൻസരി, ഷഫീഉർ റഹ്മാൻ ഹാസൻ, മൗലാന വസീം ഹുബലി എന്നിവർ നേതൃത്വം നൽകും. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ഉറുദു വിംഗ് രൂപീകരണവും സംഗമത്തിൽ വെച്ച് നടക്കും. SMA, SSF, SJM, SJU സംഘടനാ നേതാക്കൾ പങ്കെടുക്കും.
റിസാല വാരികയുടെ 1000 ലക്കം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കിയ റിസാല 1000 പ്രത്യേക പതിപ്പിന്റെ കുവൈത്ത് തല പ്രകാശനം ഫർവാനിയയിൽ നടന്നു. റിസാലയുടെ മുൻകാല പ്രവർത്തകനും RSC കുവൈത്ത് നാഷണൽ കമ്മിറ്റി അംഗവുമായ കുട്ടി നടുവട്ടം സലീം മാസ്റ്റർക്ക് നൽകി നിർവഹിച്ചു. സമീർ മുസ്ലിയാർ, മുഹമ്മദ് അലി സഖാഫി, അബ്ദുള്ള വടകര തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. പ്രമുഖ സൂഫി വര്യനും പ്രവാചക സ്നേഹിയുമായിരുന്ന ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിന്റെ 7ാം ഉറൂസ് മുബാറക്ക് പ്രഖ്യാപന സമ്മേളനവും ബുർദ മജ്ലിസും നാളെ രാത്രി കുണ്ടൂർ ഗൗസിയ നഗറിൽ നടക്കും. ഉറൂസ് മുബാറക്ക് പ്രഖ്യാപന സമ്മേളനത്തിലും തുടർന്ന് നടക്കുന്ന ബുർദ മജ്ലിസിലും ആയിരങ്ങൾ സംബന്ധിക്കും. ഉറൂസ് ഏറെ വിപുലമാക്കാനും വൈവിധ്യമാർന്ന പരിപാടികൾ ഉൾപ്പെടുത്താനും ദാറു തഅലീമിൽ ഗൗസിയ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, രക്ഷാധികാരി ഇ സുലൈമാൻ മുസ്ലിയാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗം തീരുമാനിച്ചു. നാളെ വൈകിട്ട് അസറിന് ശേഷം ഷെയ്ഖുന ഇ സുലൈമാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബുഖാരി ദർസോടെ കുണ്ടൂർ ഗൗസിയ നഗറിൽ പരിപാടികൾക്ക് തുടക്കമാവും. സാമൂഹിക ചുറ്റുപാടുകളെ രൂപപ്പെടുത്തുന്ന സുപ്രധാന ഘടകങ്ങളായ സമ്പൽ സമൃദ്ധിയും സാങ്കേതിക വികസനവും അനുഗുണമായി സ്വീകരിക്കുന്നതോടൊപ്പം അവയിലെ അന്തകവിത്തുകളെ തിരിച്ചറിയാനും കഴിയണമെന്ന് SSF സംസ്ഥാന പ്രസിഡന്റ് NM സാദിഖ് സഖാഫി പറഞ്ഞു. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന പ്രമേയത്തിൽ RSC നടത്തിവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി RSC മസ്കത്ത് സോൺ സംഘടിപ്പിച്ച വിചാര സദസ്സിൽ പ്രമേയ വിശദീകരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെക്കൻ കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക സ്ഥാപനമായ കൊല്ലം ഖാദിസിയ്യയുടെ 18ാം വാർഷിക 6ാം ബിരുദദാന സമ്മേളനം സെപ്റ്റംബർ 14, 15, 16 തീയതികളിൽ തടുത്തല ഖാദിസിയ്യയിൽ നടക്കും. പതാകജാഥ, ഘോഷയാത്ര, ഉദ്ഘാടന സമ്മേളനം, ആത്മീയ സമ്മേളനം, പഠന ക്ലാസുകൾ, സെമിനാറുകൾ, അലുമിനി മീറ്റ്, സനദ് ദാനം, സമാപന സമ്മേളനം തുടങ്ങി വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ലോകപ്രശസ്ത പണ്ഡിതന്മാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, വിദേശ പ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ചകളിൽ മലപ്പുറം കോട്ടപ്പടി സുന്നി മസ്ജിദിൽ നടക്കുന്ന പണ്ഡിത ദർസ് 6ാം വർഷത്തിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുന്നി ഓൺലൈൻ ക്ലാസ് റൂം വഴിയും നിരവധി പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ദർസ് പണ്ഡിതന്മാർക്ക് കർമ്മശാസ്ത്ര രംഗങ്ങളിൽ ഉണർവാണ് സമ്മാനിക്കുന്നത്. വൈവാഹികം എന്ന വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയ്ക്കു ശേഷം കച്ചവടത്തിന്റെ ബാധ്യതകളും ഇടപാടുകളും ആസ്പദമാക്കിയുള്ള ഫത്ഹുൽ മുഈനിന്റെ സമഗ്ര ചർച്ചയ്ക്ക് വേദിയൊരുക്കുകയാണ് SYS മലപ്പുറം മേഖലയുടെ കീഴിൽ നടക്കുന്ന ഫത്ഹുൽ മുഈൻ പണ്ഡിത ദർസ്. ഈ വർഷത്തെ ദർസിന്റെ ഉദ്ഘാടനം അടുത്ത വെള്ളിയാഴ്ച നടക്കും. ചടങ്ങിൽ അഹമ്മദ് ശിഹാബുദ്ദീൻ തങ്ങൾ തിരൂർക്കാട്, ഹബീബ് കോയത്തങ്ങൾ ചേരക്കപ്പറമ്പ്, സയ്യിദ് അബ്ദുള്ള ഹബീബുർ റഹ്മാൻ ബുഖാരി കടലുണ്ടി, അലവി സഖാഫി കൊളത്തൂർ, ഹസൻ ബാഖവി പുല്ലാര, ബഷീർ ഹസനി വടശ്ശേരി, കുഞ്ഞി മുഹമ്മദ് സഖാഫി പറവൂർ, ഇബ്രാഹിം സഖാഫി കാവനൂർ തുടങ്ങി നിരവധി പണ്ഡിതർ സംബന്ധിക്കും. ഹജ്ജിന് പോകുന്ന കൊടുവള്ളിയിലും പരിസരത്തുമുള്ള ഹാജിമാർക്ക് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ കൊടുവള്ളി റീജിയണൽ കമ്മിറ്റി ഏർപ്പെടുത്തുന്ന യാത്രയപ്പും പഠന ക്ലാസും പ്രാർത്ഥനാ സംഗമവും ഈ മാസം 8-ന് 2 മണിക്ക് കൊടുവള്ളി മുനവ്വിർ മദ്രസയിൽ നടക്കും. സയ്യിദ് TSK തങ്ങളുടെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് PTA റഹീം ഉദ്ഘാടനം ചെയ്യും. K ആലിക്കുട്ടി ഫൈസി മടവൂർ ക്ലാസ് എടുക്കും. 2013 ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന മർക്കസ് 35ാം വാർഷിക 16ാം സന്നദ്ധദാന സമ്മേളനത്തിനുള്ള ജില്ലാ പ്രചാരണ സമിതികൾ നിലവിൽ വന്നു. സംസ്ഥാനത്ത് 14 ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലും പ്രചാരണ സമിതികൾ രൂപവൽക്കരിച്ചു. താമരശ്ശേരി മങ്ങാട് പുപ്പോയിൽ യൂണിറ്റ് SYS സംഘടിപ്പിക്കുന്ന CM വലുല്ലാഹി ആണ്ട് നേർച്ച ഈ മാസം 7-ന് നടക്കും. രാവിലെ 10 മണി മുതൽ SSF സാഹിത്യോത്സവ്, ഹാജിമാർക്കുള്ള യാത്രയപ്പ്, അനുസ്മരണ പ്രഭാഷണം എന്നിവ നടക്കും. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന ശീർഷകത്തിൽ RSC ഗൾഫ് രാജ്യങ്ങളിലെ 500 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി RSC ജലീബ് സോൺ വിചാരദ സദസ്സ് സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 7 വെള്ളിയാഴ്ച വൈകുന്നേരം 6:30-ന് കുവൈത്ത് അബ്ബാസിയ റിദം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. SSF ദേശീയ തലത്തിൽ സംഘടിപ്പിച്ചു വരുന്ന ഇലക്ഷൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്തമാൻ സ്റ്റേറ്റ് SSF സംഘടിപ്പിച്ച സംസ്ഥാന ഇലക്ഷൻ ശില്പശാല സമാപിച്ചു.
ബിംബർ ലിഗഞ്ച് മർക്കസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല SSF നാഷണൽ ഇലക്ഷൻ ഡയറക്ടറേറ്റ് ചീഫ് RP ഹുസൈൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് കോഓർഡിനേറ്റർ യൂസഫ് മിസ്ബാഹി ക്ലാസ് എടുത്തു. 2012 സെപ്റ്റംബർ 14 നടക്കുന്ന ദേശീയ മെമ്പർഷിപ്പ് ദിനത്തിന്റെ മുന്നൊരുക്കങ്ങൾ ശില്പശാല ചർച്ച ചെയ്തു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടത്തുന്ന ഡിവിഷൻ യൂണിറ്റ് ശില്പശാല, പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ, സാഹിത്യോത്സവ പരിപാടി തുടങ്ങിയവ സംബന്ധിച്ച മാർഗരേഖ ശില്പശാല അംഗീകരിച്ചു. അന്തമാൻ സ്റ്റേറ്റ് SSF പ്രസിഡന്റ് അലി സഖാഫി അധ്യക്ഷത വഹിച്ചു. SSF സാഹിത്യോത്സവ് വിശേഷങ്ങൾ. യുവാക്കൾ സമൂഹ സേവനം തപസ്യയാക്കണമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസ്താവിച്ചു. സമൂഹ സേവനത്തിനുതകുന്ന കലാമത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. SSF നാദാപുരം സെക്ടർ സാഹിത്യോത്സവ് 2012 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ ഇബ്രാഹിം സഖാഫി കുമ്മോടി അധ്യക്ഷത വഹിച്ചു. മത്സരത്തിൽ ആവോലം യൂണിറ്റ് ജേതാക്കളായി. SSF മൊഗ്രാൽ പുത്തൂർ സെക്ടർ സാഹിത്യോത്സവ് കാസർകോട് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അഷ്റഫി ആറങ്ങാടി ഉദ്ഘാടനം ചെയ്തു. അബ്ദുറസാഖ് സഖാഫി കോട്ടക്കുന്ന്, കവി മധു S നായർ, സിദ്ദീഖ് പുത്തുപാലം തുടങ്ങിയവർ സംബന്ധിച്ചു. ബള്ളൂർ യൂണിറ്റ് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന സംഗമം സുലൈമാൻ സഖാഫി ദേശംകുളം ഉദ്ഘാടനം ചെയ്തു. SSF മഞ്ചേശ്വരം മജീർപള്ള സെക്ടർ സാഹിത്യോത്സവിൽ മജീർപള്ള യൂണിറ്റ് ജേതാക്കളായി. വിജയികൾക്ക് സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ ഉജിറ ട്രോഫി സമ്മാനിച്ചു. കോട്ടക്കൽ പറപ്പൂർ സെക്ടർ SSF സാഹിത്യോത്സവ് റിസാല എഡിറ്റർ TK അലി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കുറ്റിത്തറ യൂണിറ്റ് 1ാം സ്ഥാനം നേടി. എടരിക്കോട് സെക്ടർ SSF സാഹിത്യോത്സവിൽ ഏലാപ്പറമ്പ് യൂണിറ്റ് 1ാം സ്ഥാനം നേടി. ഈ മാസം 15, 16 തീയതികളിൽ തലയാട് നടക്കുന്ന SSF നരിക്കുനി ഡിവിഷൻ സാഹിത്യോത്സവിന്റെ സ്വാഗത സംഘം രൂപവൽക്കരണ കൺവെൻഷൻ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് തൊയ്യബ് നഗറിൽ നടന്ന SSF വാരം സെക്ടർ സാഹിത്യോത്സവ് സമാപിച്ചു. സമാപന പരിപാടി സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൾ റഷീദിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TN ബാബു ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ കടാഗോഡ് യൂണിറ്റ് 1ാം സ്ഥാനം നേടി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരള വാർത്തകൾ. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ. സ്നേഹവല നീർത്തി സാഫല്യവും ചാർത്തി ചീർത്ത കണ്ണുകളിൽ ചിരികോർത്തിടാനെത്തി. 14 പിറ പോലെ മനസ്സുകൾ തെളിയേണ്ടേ. ആസുരതകളിലെ ദുരപേരിയുയരുമ്പോൾ ആകുലങ്ങളിലെ ഇരാതിനുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ. ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉണ്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച് 45-ലധികം പേർ മരിച്ചു. നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ശിവകാശിയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ മുതലിപ്പെട്ടിയിൽ ഓം ശിവശക്തി പടക്കശാലയ്ക്കാണ് ഇന്ന് ഉച്ചയോടെ തീപിടിച്ചത്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. പടക്കശാലയുടെ 60 മുറികളിൽ 40 എണ്ണവും പൂർണ്ണമായും കത്തിനശിച്ചു. 300-ലധികം ആളുകൾ അപകട സമയത്ത് പടക്കശാലകൾക്കകത്തുണ്ടായിരുന്നു. ആരെങ്കിലും രക്ഷപ്പെട്ടതായി ഇതുവരെ വിവരമില്ല. പൊള്ളലേറ്റവരെ ശിവകാശി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
10ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ്. പടക്കശാലയായതിനാൽ അതീവ ശ്രദ്ധ പുലർത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപകടത്തിൽ നിരവധി കുട്ടികൾ അകപ്പെട്ടിട്ടുണ്ടാകണമെന്നാണ് കരുതുന്നത്. കുട്ടികൾ ധാരാളമായി ജോലി ചെയ്തിരുന്ന ഭാഗത്താണ് പൊട്ടിത്തെറിയുണ്ടായത്. രാജ്യത്തെ പടക്ക നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ശിവകാശി. ദീപാവലിയോട് അനുബന്ധിച്ച് വൻതോതിൽ പടക്ക നിർമ്മാണം നടക്കുന്നതിനിടെയാണ് ദുരന്തം. പടക്കശാലയുടെ ഒരു മുറിയിൽ പൊട്ടിത്തെറിയുണ്ടാകുകയും വളരെ പെട്ടെന്ന് തീ മറ്റു മുറികളിലേക്ക് പടരുകയുമായിരുന്നു. മദ്രസകളിൽ ഉന്നത വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി ദേശീയ തലത്തിൽ സമിതി രൂപവൽക്കരിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര മാനവ വികസന വകുപ്പ് മന്ത്രി കപിൽ സിബൽ ചെയർമാനും വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് വൈസ് ചെയർമാനുമായ ദേശീയ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, NIOS ചെയർമാൻ ഡോക്ടർ SS ജന, സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് സെക്രട്ടറിമാർ, ഉസ്മാൻ മദനി പത്തപ്പിരിയം മലപ്പുറം, VM കോയ മാസ്റ്റർ കോഴിക്കോട്, SK ഹംസ ഹാജി പയ്യന്നൂർ, KMM മുഹമ്മദ് അബൂബക്കർ ചെന്നൈ, മൗലാന കൌസർ ഹയാത്ത് ഖാൻ ഉത്തർപ്രദേശ് തുടങ്ങിയവർ അംഗങ്ങളും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ ഡെപ്യൂട്ടി സെക്രട്ടറി വീരേന്ദ്ര സിംഗ് മെമ്പർ സെക്രട്ടറിയുമായിരിക്കും. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജറും SMA സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് VM കോയ മാസ്റ്റർ. സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് മദ്രസ നവീകരണ പദ്ധതിയിൽ നടപ്പാക്കേണ്ട വിവിധ കാര്യങ്ങളിൽ സമിതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. എമർജിംഗ് കേരള വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികൾ പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിസഭാ യോഗത്തിനു ശേഷം അറിയിച്ചു. അപ്രായോഗിക പദ്ധതികൾ ഒഴിവാക്കും. എല്ലാ പദ്ധതികൾക്കും പരിസ്ഥിതി ആഘാത പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എമർജിംഗ് കേരളക്കായി ലഭിച്ച എല്ലാ പദ്ധതി നിർദ്ദേശങ്ങളും ജനങ്ങൾ അറിയാനായി അതേപടി തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇത് ആശയക്കുഴപ്പമുണ്ടാക്കി. അപ്രായോഗിക പദ്ധതികൾ ഒഴിവാക്കും. അതത് വകുപ്പുകളുടെ പരിശോധനയ്ക്ക് പുറമെ ചീഫ് സെക്രട്ടറിയോട് പദ്ധതി രേഖകൾ വിശദമായി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു പരിശോധനയും ഇല്ലാതെ നേരെ അങ്ങ് വരികയായിരുന്നു. ഓരോരുത്തരുടെ ചില മനസ്സിൽ കണ്ട ചില ആശയങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വാദം മാത്രമല്ല, പ്രാക്ടിക്കൽ അല്ലാത്ത 4 കർശന വ്യവസ്ഥകളോട് കൂടി മാത്രമേ പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുകയുള്ളൂ. പരിസ്ഥിതി ആഘാത പഠനം നിർബന്ധമാക്കും. നിക്ഷേപ അനുമതി ബോർഡ് രൂപീകരിക്കും. ഒപ്പം പാട്ടയ വ്യവസ്ഥകൾ കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതിയെക്കുറിച്ച് ചിലർ ബോധപൂർവം തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതികളുടെ തുടർ നടപടികളും വെബ്സൈറ്റ് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. എമർജിംഗ് കേരള നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായി കൊച്ചി നഗരസഭയുടെ കീഴിലുള്ള എല്ലാ റോഡുകളുടെയും അറ്റകുറ്റപ്പണി 6 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മേയർ ടോണി ചെമ്മണി. നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് രൂപീകരിച്ച പ്രത്യേക സമിതി യോഗത്തിലാണ് തീരുമാനം. നെടുമ്പാശ്ശേരി മുതൽ കൊച്ചിയിലെ സമ്മേളനവേദി വരെ കുറ്റമറ്റ സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക സമിതി രൂപവൽക്കരിച്ചിരിക്കുന്നത്. കൊച്ചി മേയറാണ് സമിതി ചെയർമാൻ. ഗതാഗതം, നഗര ശുചീകരണം എന്നിവയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ഈ മാസം 10-നകം നഗര റോഡുകൾ പൂർണ്ണമായി സജ്ജമാക്കാൻ സമിതി യോഗം തീരുമാനിച്ചു. സംസ്കരണ പ്ലാന്റാണ് യഥാർത്ഥത്തിൽ നഗരസഭയാണ് ആ പ്രോജക്റ്റ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അത് നഗരസഭ അവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ആ പ്രോജക്റ്റ് ഈ എമർജിംഗ് കേരളയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് വെക്കാനുള്ള ഒരു പ്രേരണ നഗരസഭ അത്തരമൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ഗവൺമെന്റ് അതിന് മുൻകൈയെടുക്കുന്നതുകൊണ്ട് എമർജിംഗ് കേരളയിൽ ആ പദ്ധതി വന്നിട്ടുണ്ട്. അപ്പോൾ KSIDCക്കാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പദ്ധതികൾ സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ എമർജിംഗ് കേരളയിൽ സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും പ്രത്യക്ഷമായും പരോക്ഷമായും കൊച്ചിക്ക് ഗുണകരമാണെന്നും മേയർ പറഞ്ഞു. നഗരത്തിലും നഗരപരിധികളിലും അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾ നീക്കുന്ന ജോലികൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ അമേരിക്കൻ ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ ലേഖനം. പരാജിതനായ ഭരണാധികാരി എന്ന നിലയിലായിരിക്കും മൻമോഹൻ ചരിത്രത്തിൽ ഇടം നേടുകയെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ നിരീക്ഷണം. നിശബ്ദനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ദുരന്ത ചിത്രമാകുന്നു എന്ന ഈ ലേഖനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി.
കൽക്കരിപ്പാടം അഴിമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നിശബ്ദത മറുപടിയാക്കിയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പഴയ പ്രതിച്ഛായയുടെ നിഴൽ മാത്രമാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ആരോപണം. ഇന്ത്യയെ സാമ്പത്തിക പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മൻമോഹൻ സിംഗ് ഇപ്പോൾ തീരുമാനങ്ങളെടുക്കാനും നടപ്പാക്കാനും കഴിയാതെ സംശയിച്ചു നിൽക്കുന്ന ആളായി മാറിയിരിക്കുന്നു. അഴിമതിയിൽ മുങ്ങിയ സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രി സഹപ്രവർത്തകർ പോക്കറ്റ് നിറയ്ക്കുമ്പോൾ നിശബ്ദനായിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗങ്ങളിൽ പോലും മൻമോഹൻ വാ തുറക്കാറില്ല. അദ്ദേഹം പരീക്ഷണനും ഉദാസീനനുമാണെന്ന് വ്യക്തിപരമായി അടുപ്പമുള്ളവരെ ഉദ്ധരിച്ച് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. പരാജിതനായ ഭരണാധികാരി എന്ന നിലയിലായിരിക്കും മൻമോഹൻ ചരിത്രത്തിൽ ഇടം നേടുകയെന്നാണ് വിമർശകരുടെ നിരീക്ഷണം. എന്നാൽ വാഷിംഗ്ടൺ പോസ്റ്റിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അമേരിക്കയെ പ്രതിഷേധം അറിയിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തുന്നതാണ് ലേഖനമെന്നായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. अर्थशास्त्री के रूप में माने जाते थे, लेकिन उस ईमानदार व्यक्ति की छवि इतनी बुरी तरह से डिमोलिश. കൊച്ചി മെട്രോ റെയിൽ പദ്ധതി DMRCക്ക് ഇതുവരെ കൈമാറാത്തതിനു പിന്നിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ അലംഭാവമെന്ന് KMRL മുഖ്യ ഉപദേഷ്ടാവ് ശ്രീധരൻ. പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ ഒരു മെട്രോയും വിജയിച്ച ചരിത്രമില്ല. ആസൂത്രണ കമ്മീഷന്റെ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളാണ് മെട്രോ വൈകാൻ കാരണമെന്നും ശ്രീധരൻ കൊച്ചിയിൽ ആരോപിച്ചു. കൊച്ചി മെട്രോ വൈകുന്ന ഓരോ ദിവസവും നഷ്ടപ്പെടുന്നത് 40 ലക്ഷം വീതമാണെന്ന് ശ്രീധരൻ പറഞ്ഞു. കൊച്ചിയിൽ കേരള മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങൾ വൈകിപ്പിച്ച് പദ്ധതി ചെലവ് ഇരട്ടിയിലധികമാക്കിയതിനു പിന്നിൽ ആസൂത്രണ കമ്മീഷന്റെ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളാണ്. ഇനിയും വൈകിയാൽ പദ്ധതിയുടെ സാമ്പത്തിക നിലനിൽപ്പ് സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നും ശ്രീധരൻ പറഞ്ഞു. മെട്രോ വൈകിയതിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട്. KMRL പുനഃസംഘടിപ്പിച്ചത് ഗുണം ചെയ്യും. രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നില്ല. ഡൽഹി മെട്രോയേക്കാൾ സാങ്കേതിക മികവിലാണ് കൊച്ചിയിൽ മെട്രോ യാഥാർത്ഥ്യമാകുക. നടത്തിപ്പ് DMRCക്ക് കൈമാറിയാൽ ഒരാഴ്ചക്കകം നിർമ്മാണം തുടങ്ങാൻ സജ്ജമാണെന്ന് ശ്രീധരൻ പറഞ്ഞു. പ്രതിശ്രുത വരൻ ഉറക്കത്തിൽ മരിച്ചു. കുമ്പള ഉളുവാർ വലിയ ജമാഅത്ത് പള്ളിക്കടുത്ത് കല്ലായം ഹൌസിൽ പരേതനായ അബ്ബാസ് ഹാജി മുസ്ലിയാരുടെ മകൻ അബ്ദുറസാഖ് സഖാഫിയാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ഖത്തർ RSC പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന അബ്ദുറസാഖ് സഖാഫിയെ ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സെപ്റ്റംബർ 13 അബ്ദുറസാഖ് സഖാഫിയുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. പരേതിനു വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും നേതാക്കൾ അറിയിച്ചു. ഗൾഫ് വാർത്തകൾ. സൗദി ഇന്ത്യ സെക്ടറിൽ നേരിട്ട് സർവീസ് നടത്തിയിരുന്ന സൗദിയിലെ പ്രമുഖ ബജറ്റ് എയർലൈൻസായ നാസ് എയർവേസ് ഇന്ത്യയിലേക്ക് സർവീസ് പുനരാരംഭിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 2 മുതൽ റദ്ദ് ചെയ്ത റിയാദ് കോഴിക്കോട് സർവീസാണ് തുടക്കത്തിൽ പുനരാരംഭിക്കുന്നത്. സെപ്റ്റംബർ 17 മുതൽ റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പ്രതിവാരം 5 സർവീസുകൾ ഉണ്ടാകും. വെള്ളി ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും കോഴിക്കോട് സർവീസ് ഉണ്ടാകും. ഇന്നലെ മുതൽ ഓൺലൈൻ മുഖേന ഈ റൂട്ടുകളിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. അതേസമയം കോഴിക്കോട് നിന്ന് റിയാദിലേക്കുള്ള സർവീസുകളെക്കുറിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്രസകളിൽ ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ദേശീയ സമിതി രൂപവൽക്കരിച്ചു. എമർജിംഗ് കേരള വെബ്സൈറ്റിലെ പദ്ധതികൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി. എമർജിംഗ് കേരളയുടെ മുന്നോടിയായി കൊച്ചി നഗരസഭയിൽ റോഡുകൾക്ക് അറ്റകുറ്റപ്പണി. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ വാഷിംഗ്ടൺ പോസ്റ്റിൽ ലേഖനം. കൊച്ചി മെട്രോ റെയിൽ പദ്ധതി ഉദ്യോഗസ്ഥർക്കെതിരെ ശ്രീധരൻ. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC@newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.